ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിസ്സ മോളിൽ പോയൊരു വീഡിയോ ആണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. പോകുന്നതൊക്കെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മംഗലാപുരത്താണ് കേട്ടോ. അവിടെ പോയപ്പം പിസ്സ മോളിൽ പോകാമെന്ന് പറഞ്ഞിട്ട് രാത്രിയൊക്കെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തി വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളവിടെ പിസ്സ മാളിൽ എത്തി കേട്ടോ. അവിടെ ഉള്ളിൽ കയറി അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അവിടെ 2-3 എൻട്രി ഉണ്ട് കേട്ടോ കയറാൻ വേണ്ടി. പിന്നെ നനഞ്ഞ കൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് മഴ സമയമല്ലേ, അപ്പോൾ അതിനൊരു കവർ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. കൊടയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിക്ക് ഞങ്ങൾ എടുത്തില്ല, വേറെ ആൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവർ ഇടുമ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ. ആ കൊട ചുരുട്ടിയിട്ട് അതിൽ കൂടി ഇട്ടാൽ കവർ ചെയ്തിട്ട് കിട്ടും കേട്ടോ. ഉള്ളിലേക്ക് പോകുമ്പോൾ നനഞ്ഞ കൊടിയൊക്കെ എടുത്തിട്ട് പോകുന്ന സമയത്ത് ഇടാൻ വേണ്ടിക്കായിരുന്നു, കവർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിക്കായിരുന്നു അങ്ങനത്തെ ഒരു സ്ഥലം. അപ്പോൾ ഞങ്ങൾ പിസ്സ മാളിൽ കയറി അവിടെ നിന്ന് കുറച്ച് ചുറ്റിയിട്ട് കണ്ടിട്ടൊക്കെ വരാം. അപ്പോൾ നിങ്ങളും കൂടി കാണും കേട്ടോ. അപ്പോൾ ഷോപ്പിനുള്ളിൽ കയറുമ്പം വീഡിയോ എടുക്കാൻ പറ്റൂല. ഞങ്ങൾ ഫസ്റ്റ് കയറിയപ്പോൾ നമുക്കറിയില്ലായിരുന്നു, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് എടുക്കുമ്പം തന്നെ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു എടുക്കാൻ പറ്റൂല. ഷോപ്പിൻ്റെ ഉള്ളിലത്തെ വീഡിയോ അങ്ങനെ കൂടുതൽ എടുത്തിട്ടില്ല, ഫസ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ എടുക്കാൻ പറ്റൂല പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സിനൊക്കെ നല്ല വിലക്കുറവുണ്ട്, നല്ല വിലയുള്ള ഡ്രസ്സും ഉണ്ട് കേട്ടോ. നല്ല നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് തന്നെയാണ്. പിന്നെ എന്നുവെച്ചാൽ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു, അതിന് മുന്നത്തെ ആഴ്ച പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം പോയപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് ഞാൻ പോയപ്പോൾ ഡ്രസ്സ് ഇങ്ങനെ ജസ്റ്റ് നോക്കി. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സും ഉണ്ട്, എല്ലാം ക്വാളിറ്റിയുള്ള ഡ്രസ്സ് തന്നെയാണ്. പക്ഷേ റേറ്റ് കൂടുതലുള്ളതുകൊണ്ട് കുറവില്ലതുണ്ട് കേട്ടോ. ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ കുറച്ചെടുത്തപ്പോൾ തന്നെ അവർ പറഞ്ഞത് കേട്ടോ എടുക്കാൻ പറ്റൂല എന്ന്. പിന്നെ മറ്റുള്ള ഷോപ്പിലൊക്കെ കയറിയപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. അപ്പം വലുതായിട്ട് സാധനം നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് വരാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പം ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ 2015 വന്നിട്ടുണ്ട്. പിന്നെ വരുന്ന കേട്ടോ ഇന്ന്. അതിന് ഭയങ്കര ഒരു ഓർമ്മയില്ല, ഒരു മെമ്മറിയാണ് കേട്ടോ. 15 വന്നത്, 2015 ഏപ്രിൽ 10 കേട്ടോ ഞാൻ വന്നത്. ഇതൊരു വേറൊരു മെമ്മറി ആയിരുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിൽ. അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കേട്ടോ വന്നത്, ഈ 2025 വന്നത്. പക്ഷെ അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു അന്ന്. അങ്ങനെ അന്ന് ഇവിടെ അടുത്താണ് കേട്ടോ, ഷാമിൻ്റെ വീട്ടിലേക്ക് അടുത്താണ് ഷാമ്. നമ്മൾ ആഴ്ചക്ക് എന്ന് പറഞ്ഞിട്ട് മംഗലാപുരത്തേക്ക് പോയി വരികയും ചെയ്യുന്നതാണ്. ഇവിടത്തേക്ക് വരുന്ന ഒരു മനസ്സുണ്ടായിട്ടൊന്നുമില്ല, അങ്ങനെ പോകണമെന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ എൻ്റെ ഏട്ടൻ്റെ മോളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് പോവാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് രാത്രി അവരെല്ലാവരും കഴിഞ്ഞപ്പോൾ പോവാല്ലേന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കണ്ടല്ലോ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. പക്ഷേ ഇവിടെ വന്നപ്പോൾ പഴയ ഓർമ്മകളൊക്കെ വന്നു. അതേപോലെ തന്നെ കേട്ടോ, ഒരുപാട് മാറ്റങ്ങളില്ല. എന്നാൽ മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ മാറ്റങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഷോപ്പിലൊക്കെ കയറി പിന്നെ ഒരുപാട് 2-3 മുകളിൽ കയറാൻ പറ്റും. പിന്നെ തിയേറ്ററൊക്കെ ഉണ്ട്. നമ്മളിവിടെ ചുറ്റിക്കറങ്ങുന്നത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. മക്കളിങ്ങനെ ഓടി കളിക്കുകയാണ്, ഓരോ ഷോപ്പിലൊക്കെ കയറി നോക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ തോണി നമ്മൾ പാത്തി എന്ന് പറയും, തോണി എന്നൊക്കെ പറയില്ലേ, ഇവിടെ ഇരിക്കാൻ വേണ്ടിക്ക് അന്നും ഇതുപോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഡിസൈൻ മാറ്റം എന്ന് വിചാരിച്ചാൽ ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഇപ്പം ഒരു മുക്കുവൻ്റെ ഫോട്ടോസ് വെച്ചിന്, പിന്നെ അന്നേരം വേറൊരു ഫോട്ടോസ് ആയിട്ട് അങ്ങനെയൊക്കെ ആക്കിയതുള്ളൂ കേട്ടോ. പിന്നെ ഈ പൂച്ചനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. ഞാനല്ല കേട്ടോ, മക്കൾ തൊടലും ഷാമും അവർ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അവരെ പൂച്ചയായിരുന്നു. ഇതെന്തോ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നു പോയി. ഞാൻ അതിനെ കണ്ടപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തത് കേട്ടോ. ഇവിടെ ഇപ്പം മുക്കുവൻ്റെ ആണുള്ളത്, അന്നേരം വേറൊരു ഡിസൈനായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഒരു ഓണത്തിൻ്റെ ഒരു മാവേലീൻ്റെ ഡിസൈനായിരുന്നു അന്നേരം ആ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് സമയം ഇരുന്നു, പുറത്ത് വന്നിട്ട് ഇവിടെയും ഇറങ്ങുന്നൊക്കെ സ്ഥലമാണ് കേട്ടോ. ഇവിടെ കുറച്ച് സമയം നമ്മൾ പുറത്ത് വന്നിട്ടിരുന്നു. പിന്നെ ആദ്യം പോയി നമ്മൾ താഴ്ന്ന് മുകളിലേക്ക് കയറിയപ്പോൾ കേട്ടോ ഇതുണ്ട്, ഇതിലേക്കൂടെ കയറേണ്ട എൻട്രി ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ അടുത്ത ഉള്ളിലേക്ക് കയറി കേട്ടോ. പിന്നെ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. പിന്നെ
ഇതിൻ്റെ മുകളിലുണ്ട്. പിന്നെ അങ്ങനെ മുകളിൽ ഏറ്റവും മുകളിലാണ് കേട്ടോ ഗൈമൻ്റെയും. പിന്നെ ആ മഞ്ഞിൽ കളിക്കുന്നതൊക്കെ ഉണ്ട്, അതിൽ കയറിയിട്ടില്ല. പിന്നെ അതിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളും കൂടി ഈ വീഡിയോ കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. മംഗലാപുരത്തൊക്കെ കറങ്ങാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് മസ്റ്റായിട്ട് വരേണ്ട സ്ഥലം ഒന്നാണ് കേട്ടോ ഇത്. പിസ്സ മാള് വരിക, ഇവിടെയൊക്കെ കാണാം. മക്കൾക്ക് ഗെയിമുകളുണ്ട്, പിന്നെ അതുപോലത്തെ കുറേ ടോയ്സുകൾ, കേക്കുകൾ, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഓരോന്നും എടുത്ത് പറയാനില്ല, എല്ലാ ഐറ്റംസും ഉണ്ട്. നിങ്ങൾ വന്ന് കണ്ട് നോക്കട്ടോ. പക്ഷെ എൻ്റെ വീഡിയോ അത് പിന്നെ തിരിച്ചു മറിച്ചിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. വിഷാദം കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെയെല്ലാം ആയതാണ്. അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ നിങ്ങൾ ഈ മാളും കൂടെ ഞങ്ങളെ കൂടെ കാണാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ അന്ന് വന്നപ്പോൾ ഇത് ഒരു ട്രെയിൻ മോഡൽ ഇതുപോലെ തന്നെയായിരുന്നു, പക്ഷേ ട്രെയിൻ പോലെ ആട്ടോ ഉണ്ടായത്. ഒരു ചുവപ്പ് കളറ്, അതൊക്കെ ജസ്റ്റ് ഡിസൈൻ ഇതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഷോപ്പുകൾ ഇങ്ങനെ ചെറുതായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി വലിയ മാറ്റമൊന്നുമില്ല, ഇതുപോലെ തന്നെ ആയിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 8:30 ആകുമ്പോഴത്തേക്ക് മുകളിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്തും നമ്മൾ ഇറങ്ങാൻ പോകുന്ന സമയത്തായാലും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊരു മാറ്റം തന്നെയാണ് കേട്ടോ. മംഗലാപുരം, കണ്ണൂരൊക്കെ നമ്മളെ നാട്ടിലൊക്കെ വെച്ചിട്ട്, എൻ്റെ നാട്ടിൽ തളിപ്പറമ്പിലൊക്കെ വെച്ചിട്ട് അതൊരു വലിയൊരു മാറ്റം തന്നെയാണ്. സ്ത്രീകളായിട്ട് പുറത്തിറങ്ങുന്നതും അതുപോലെ തന്നെ രാത്രി പുറത്തിറങ്ങുന്നതും. നമ്മളൊരു 6 മണി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പോവില്ല കേട്ടോ. അഥവാ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ, അതല്ലെങ്കിൽ പെരുന്നാളിൻ്റെ സമയത്ത് ഡ്രസ്സ് എടുക്കാൻ, അതല്ലാതെ കണ്ട് ആ പെരുന്നാളിൻ്റെ 1 ദിവസം 2 ദിവസം അതല്ലാണ്ട് കണ്ട് ഇതുപോലെ പോകുന്നവരില്ല. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ടുള്ളത് ഈ രാത്രി ചായ കുടിക്കാൻ പോകുന്നത്, അതല്ലാണ്ട് ഇങ്ങനെ ഷോപ്പിങ്ങിനോ അങ്ങനെ ഷോപ്പ് 8 മണിയാകുമ്പോഴത്തേക്കും അധികം ഷോപ്പ് അടയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. വലുതായിട്ട് ഡ്രസ്സിൻ്റെ അങ്ങനത്തെ ഷോപ്പ് ഉണ്ടാവില്ല. 8-9 മണി 9 മണി കൂടുതൽ പോവില്ല. ആ സമയമാകുമ്പോൾ തന്നെ നമ്മളെ തളിപ്പറമ്പ് ഭാഗത്തിലെ ഷോപ്പുകളിൽ അടക്കും. 8 മണി കഴിയുമ്പോൾ തന്നെ അടക്കും. അതൊരു വലിയൊരു മാറ്റമാണ് കേട്ടോ. ഈ സമയത്തും ആൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കിട്ടാത്തതൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല, ഫോട്ടോസൊന്നും ഇല്ല കേട്ടോ. ആ സമയത്ത് എൻ്റെ കയ്യിൽ അങ്ങനെ ഫോണൊന്നും ഉണ്ടായിട്ടില്ല, ഫോണില്ലാത്ത സമയമായിരുന്നു കേട്ടോ. അങ്ങനെ ഫോണൊന്നും എടുത്തിട്ടില്ല. ഞാനിതാ ഗെയിം കളിക്കുന്നിടത്ത് ഏറ്റവും മുകളിലാണ് കേട്ടോ ഗെയിം കളിക്കുന്നത്. അപ്പോൾ മക്കളൊക്കെ ഗെയിം കളിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ജസ്റ്റ് ഞാൻ എടുത്തതാണ്, ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് മാത്രം ആരും കാണാതെ എടുത്തതാണ്. ഇവിടുന്ന് പറയുമെന്ന് അറിയില്ല, ഇവിടെ ആരും വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടില്ല, അങ്ങനെ ഞാൻ എടുത്തതാണ്. ഇവിടുന്ന് എടുക്കുന്നതിന് പ്രശ്നമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പക്ഷേ നമ്മളോട് ആദ്യം അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ കൂടുതൽ എടുക്കാഞ്ഞത് കേട്ടോ. മക്കളെയൊക്കെ കൂട്ടിയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും കേട്ടോ മക്കൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. എത്രയോ ഗെയിമുണ്ട്, തീരാത്തത്ര ഗെയിം കണ്ട് കേട്ടോ. മക്കൾക്ക് കളിക്കാൻ പറ്റുന്ന എല്ലാ ഗെയിംസും ഉണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മക്കളെല്ലാത്തിനും കയറുമ്പോൾ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മക്കളപ്പുറത്ത് കയറുമ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മക്കളെ കയറുന്നതെന്ന് അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. മക്കൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്ക് കഴിക്കേണ്ട ഗെയിമും ഉണ്ടായിരുന്നു. ചെറുതും വലുതും ആ ഗെയിം തന്നെ ചെറുതും വലുതായിട്ടുള്ള ഗെയിമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആളിൽ പിന്നെ എല്ലാ ഷോപ്പിലെല്ലാം കയറിയിട്ട് വീഡിയോ എടുക്കാൻ വിട്ടതാണെങ്കിലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാവും. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ലെങ്ത് ആവും കേട്ടോ വീഡിയോ. എടുത്തിട്ടില്ല, അധികം ഷോപ്പിൽ കയറുന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഗെയിമിൻ്റെ പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതന്നെ ഉണ്ട് കേട്ടോ ഒരുപാട് വീഡിയോ, ഞാൻ കുറേ ചുരുക്കിയിട്ടാണ് ഇപ്പോൾ ഇട്ടതും. മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ദിവസമൊക്കെ നല്ലോണം കുറവാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മാക്സിമം ഷെയർ ചെയ്യാം. ഏറ്റവും മുകളിലാണ് കേട്ടോ ഗെയിമസ് ഏരിയ വരുന്നത്. പിന്നെ തിയേറ്ററുണ്ട്, അങ്ങനെയൊക്കെ ഏരിയ വരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ താഴേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ താഴത്തെ ഐസ്ക്രീമൊക്കെ കുടിച്ചൊരു പോപ്കോണൊക്കെ കാണിച്ച് കഴിച്ചു. പിന്നെ താഴെയും അടിയിലും കുറച്ച് ഷോപ്പുകളുണ്ട്, അവിടെയൊക്കെ പോയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഫുഡൊക്കെ ഇവിടുന്ന് മേടിച്ചിട്ട് പോവാണ് കേട്ടോ. ഇന്ന് കഴിക്കാൻ നിന്നിട്ടില്ല, വീട്ടിലെത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചിട്ട് പോവാണ്. 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് ഇറങ്ങുമ്പം തന്നെ.
അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ വീട്ടിലെത്തുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടുന്ന് ഓട്ടോക്ക് പോവാണ്. കുറച്ച് താഴോട്ട് നടന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ നടക്കാൻ ഇഷ്ടമുണ്ടായി. പിന്നെ നമ്മൾ പറഞ്ഞ ഓട്ടോക്ക് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഓട്ടോക്ക് തന്നെ പോയത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.